ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീ കൺസെൻറ്റിൻ്റെ തേർഡ് പാർട്ട്. അതായത് നമ്മൾ കൊയേർഷനെ കുറിച്ചിട്ടും അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ചും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ഫ്രോഡിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് മീൻസ് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 17 നമ്മൾ ഫ്രോഡിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ ഫ്രോഡ് എന്താണെന്ന് നോക്കാം. The term fraud includes all intentional or willful misrepresentation of fact which are material for the formation of a contract. When a wrong representation is made by a party with the intention to deceive the other party or to cause him to enter into a contract, it is said to be fraud. അതായത് ഒരു കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി ദെൻ അയാളുടെ കൗണ്ടർ പാർട്ടിയെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ദെൻ ആ പ്രസ്താവന നടത്തുന്നത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതാകണം. അപ്പോഴാണ് അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. The term fraud includes all the acts committed by a person with a view to deceive the another person. To deceive means to induce a man to believe that a thing is true which is false. അതായത് ഫ്രോഡ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ പാർട്ടിയെ ഡിസീവ് ചെയ്യാൻ വേണ്ടിയുള്ളതാവണം. ഡിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത ഒരു കാര്യം ശരിയാണെന്ന് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഒരു കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി അയാളുടെ കൗണ്ടർ പാർട്ടിയെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തെറ്റായ കാര്യം ശരിയായി പ്രസ്താവിക്കുകയും അങ്ങനെ അയാൾ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുകയുമാണെങ്കിൽ അതിനെ നമുക്ക് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാം. ദെൻ സെക്ഷൻ 17 ഫ്രോഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ആസ് പെർ സെക്ഷൻ 17, ഫ്രോഡ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഓഫ് ദി ഫോളോവിങ് ആക്ട്സ് കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു എ കോൺട്രാക്റ്റ്. ദെൻ ഫോളോവിങ് ആക്ട്സിൽ ഏതെങ്കിലും ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ഫ്രോഡ് ആക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ 5 ആക്റ്റുകളാണ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദ സജഷൻ ആസ് എ ഫാക്ട് of that which is not true by one who does not believe it to be true. അതായത് ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു സജഷൻ, നമ്മളൊരു കാര്യം പറയുകയാണ്, എങ്ങനെയുള്ള കാര്യമാണ്, അത് ശരിയല്ല എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം ഒരു പാർട്ടി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രോഡ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ, ദ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്റ്റ് by one having knowledge or belief of the fact. അതായത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ടും അത് മറച്ചു വെക്കുകയാണെങ്കിൽ അതിനെയും നമുക്ക് ഫ്രോഡ് എന്ന് വിളിക്കാം. ദെൻ എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. ദെൻ നമ്മളൊരു പ്രോമിസ് വെക്കുമ്പോൾ ആ പ്രോമിസ് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രോഡാണ്. ദെൻ എനി അതർ ആക്ട് ഫിറ്റ് ടു ഡിസീവ്, അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ആക്റ്റുകളായാലും അത് നമ്മുടെ പാർട്ടിയെ ഡിസീവ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രോഡാണ് അല്ലെങ്കിൽ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാം. ദെൻ ലാസ്റ്റ് വൺ, എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദ ലോ സ്പെഷ്യലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡൻ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ട് ഏതെങ്കിലും ലോ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ആസ് എ ഫ്രോഡ് ആക്ടിവിറ്റി, ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ ഫ്രോഡ്. അതായത് കോൺട്രാക്റ്റ് ആക്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ആക്റ്റ് ആയാലും ഏതെങ്കിലും ഒരു കാര്യത്തെ ഫ്രോഡ്ലൻറ്റ് ആക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഫ്രോഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഫ്രോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സെക്ഷൻ 17 ഫ്രോഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്, അതായത് ഫ്രോഡിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് ഇതൊക്കെയാണ് ഫ്രോഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളായിട്ട് വരുന്നത്. The act must have been committed by a party to the contract. The fraud must be committed by a party to contract or by anyone with his connivance or by his agent. അതായത് ഫ്രോഡ് എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടി ചെയ്യണം.
അല്ലെങ്കിൽ അയാളുടെ ദാറ്റ് മീൻസ് കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുവാദത്തോടു കൂടെ മറ്റൊരാൾ ചെയ്യുക, അല്ലെങ്കിൽ കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഏജൻറ്റ് ചെയ്യുക. അങ്ങനെ ഇത്തരം പാർട്ടീസ് ചെയ്യുമ്പോഴേ അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. The fraud by a stranger to the contract does not affect the validity of the contract. ഒരു കോൺട്രാക്റ്റിലെ പെർഫോം ചെയ്യാത്ത മീൻസ് ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യാത്ത ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയാണ് ഫ്രോഡുലന്റ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ കോൺട്രാക്റ്റിലുള്ള പാർട്ടി, സപ്പോസ് ഒരു കോൺട്രാക്റ്റിൽ എയും ബിയുമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എ അല്ലെങ്കിൽ ബി ചെയ്യുന്ന ആക്റ്റുകളാണ് ഫ്രോഡ് ആകുന്നതും അതാണ് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നതും. മൂന്നാമതൊരു വ്യക്തി, ഫോർ എക്സാമ്പിൾ സി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഫ്രോഡുലന്റ് ആക്ട് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. Then second one, representation or suggestion or assertion of an untrue fact. There must be a representation or suggestion or assertion of a fact which is false and the party making it knows that it is false. ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത് ശരിയായി പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, XY selling his car to Y says that it is the latest model and new one, knowing that it is used car of old model. എക്സ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കാറ് വൈക്ക് വിൽക്കുകയാണ്. ദെൻ എക്സ് വിൽക്കുമ്പോൾ പറയുകയാണ് ഇത് ഫ്രഷ് ആണ്, ദെൻ ലേറ്റസ്റ്റ് മോഡലാണ് എന്ന് പറഞ്ഞിട്ടാണ് വൈക്ക് വിൽക്കുന്നത്. പക്ഷെ അവിടെ ആക്ച്വലി എക്സിന് അറിയാം ഇത് യൂസ്ഡ് കാറുമാണ്, പഴയ മോഡലും ആണ് എന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ അവിടെ എക്സ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. സോ ഒരു തെറ്റായ കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ശരിയായി പ്രസ്താവിക്കുകയാണെങ്കിൽ അത് ഫ്രോഡ് ആക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ തേർഡ് വൺ, ആക്റ്റീവ് ഓർ വിൽഫുൾ കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്റ്റ്. വെൻ ദ പാർട്ടി ടേക്ക് സം പോസിറ്റീവ് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ആൻ ഇൻഫോർമേഷൻ from reaching the other party, it is called active concealment and it amounts to fraud. അതായത് ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയുന്ന ഒരു കാര്യം നമ്മുടെ കൗണ്ടർ പാർട്ടി അറിയാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് പറയാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരറിയാതിരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ആക്റ്റീവ് കൺസീൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയാണെങ്കിൽ അത് ഫ്രോഡ് ആക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എ സ്കൂട്ടർ ഡീലർ ഷോഡ് എ സ്കൂട്ടർ ടു ബി. എ knew that its handle and body are cracked, which he had repaired in such a way as to defy detection. അതായത് എ ഒരു സ്കൂട്ടർ ഡീലറാണ്, അവർ സ്കൂട്ടർ ബിക്ക് വിൽക്കുകയാണ്. സോ വിൽക്കുന്ന സ്കൂട്ടറിൻ്റെ ഹാൻഡിൽ കേട് വന്നിട്ടുണ്ട്, ദെൻ അതിൻ്റെ ബോഡിയിലും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇതറിഞ്ഞിട്ടും ആ പ്രശ്നങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി റിപ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് അത് ബി അറിയാത്ത തരത്തിലാണ് ബിക്ക് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒരു ഫ്രോഡ് ആക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. സോ നമ്മൾ അറിയുന്ന ഒരു കാര്യം മറച്ചു വെക്കുകയാണെങ്കിൽ അത് ഫ്രോഡ് ആക്റ്റായിട്ട് മാറും. ദെൻ ഫോർത്ത് വൺ, എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 7 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യൂല എന്ന് നമ്മൾ വിചാരിച്ചിട്ട് വെറുതെ പ്രോമിസ് വെക്കുകയാണെങ്കിൽ അത് ഫ്രോഡ് ആക്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടർ വിൽക്കാനുള്ള ഒരു ഉദ്ദേശവുമില്ല, പക്ഷെ വെറുതെ പറയാണ് എൻ്റെ സ്കൂട്ടർ ഞാൻ വിൽക്കുന്നുണ്ട്, 25,000 രൂപ കിട്ടുകയാണെങ്കിൽ കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. സോ അങ്ങനെ വെക്കുന്ന ഏതൊരു പ്രോമിസും നമുക്ക് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബൈയിങ് ഗുഡ്സ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പേയിങ് പ്രൈസ്. സപ്പോസ് നമ്മളൊരു സാധനം വാങ്ങിയിട്ട് അതിൻ്റെ വില ഒരിക്കലും കൊടുക്കാനുള്ള ഉദ്ദേശം നമുക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇഫ് എ പ്രോമിസ് ഈസ് മെയ്ഡ് ഓൺലി ടു ചീറ്റ് അതർ പാർട്ടി ദർ എക്സിസ്റ്റ് ഫ്രോഡ്. സോ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ട് വെറുതെ പ്രോമിസ് വെക്കുകയാണെങ്കിൽ അത് മറ്റുള്ള പാർട്ടിയെ നമ്മൾ എന്ത് ചെയ്യാണ്, വഞ്ചിക്കുന്നതിന് തുല്യമാണ്. സോ അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, intention to deceive the other party. An act or representation or suggestion
or assertion of any fact must be made with an intention to deceive the other party to act upon it. അതായത് നമ്മളൊരു ആക്ട് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് റെപ്രസെൻറ്റേഷനും സജഷനും ഒക്കെ എന്താണ്, മറ്റേ പാർട്ടിയെ, നമ്മുടെ കൗണ്ടർ പാർട്ടിയെ വിശ്വസിപ്പിച്ചിട്ട് അവരെ കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യണം. അതല്ലാതെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുമില്ല, വെറുതെ ഒരു കാര്യം, തെറ്റായ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യരുത്. പക്ഷെ അതേസമയം നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി എൻട്രി ചെയ്യിപ്പിക്കാനും ആ വ്യക്തിയെ ഒരു കാര്യം വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഫ്രോഡ് ആക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. Then, if a person has committed a fraudulent act to deceive the other party, but the other party has not been actually deceived by his act, it will not be taken as a fraud on his part. അതായത് നമ്മൾ ഒരു പാർട്ടിയെ ഡിസീവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ആക്ട് ചെയ്തു, ദെൻ എന്നിട്ട് ആ പാർട്ടി, നമ്മൾ ഉദ്ദേശിച്ച പാർട്ടി അത് വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടന്നിട്ടില്ല, ഫ്രോഡ് നടന്നിട്ടില്ല. ദെൻ നമ്മൾ വിശ്വസിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം അയാൾ വിശ്വസിച്ചിട്ടുമില്ല, പക്ഷെ അയാൾ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മുടെ കൗണ്ടർ പാർട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ കാര്യം വിശ്വസിച്ചിട്ട് അതിൻ്റെ ബേസിലാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ തെറ്റായ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ ആ പാർട്ടിക്ക് അത് മനസ്സിലായി അത് തെറ്റാണ്, ദാറ്റ് മീൻസ് ഈ പറഞ്ഞ കാര്യം ശരിയല്ല എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണ് അവിടെ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ ഫ്രോഡ് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മൾ മറ്റൊരു പാർട്ടിയെ ഡിസീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം വേണം, അതോടൊപ്പം ആ പാർട്ടി ഡിസീവ് ചെയ്യുകയും വേണം. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് ഉള്ളത് ഹോസ്ഫോൾ വേഴ്സസ് തോമസ്. ദെൻ ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, തോമസ് ഒരു പിസ്റ്റോള് ഹോസ്ഫോളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ദെൻ ആ പിസ്റ്റോൾ മീൻസ് ഒരു കൈത്തോക്ക്, ആ തോക്കിന് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അത് ഈ ഹോസ്ഫോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെറ്റലൊക്കെ യൂസ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ദെൻ അത് കവർ ചെയ്തുകൊണ്ടാണ് ഈ ഹോസ്ഫോൾ എന്ത് ചെയ്യുന്നത്, പിസ്റ്റോൾ തോമസ് തന്നെ വെക്കുന്നത്. ദെൻ തോമസ് തോക്കൊക്കെ വാങ്ങി കൊണ്ടുപോയി. ദെൻ അയാളത് യൂസ് ചെയ്തപ്പോൾ അത് പൊട്ടി. ദെൻ അത് പൊട്ടിയതിൻ്റെ ശേഷം തോമസ് പറയുകയാണ് അതിലിനി ബാക്കി കുറച്ച് എന്തോ എമൗണ്ട് കൊടുക്കാനുണ്ട്, സോ ആ എമൗണ്ട് തരൂല എന്ന് പറയുകയാണ്, ബിക്കോസ് ഹോസ്ഫോൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ അവിടെ വിധി വന്നത് എന്താണെന്ന് വെച്ചാൽ തോമസ് ആ എമൗണ്ട് കൊടുക്കണം. കാരണം തോമസിന് ആ പിസ്റ്റോൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. തോമസിന് നോക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നം കാണാനുള്ളതേ ഉള്ളൂ. ദെൻ ആ തോമസ് അതൊന്നും നോക്കാതെ അത് തോക്ക് വാങ്ങിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്. സോ തോമസിന് അത് ഫ്രോഡ് ആക്റ്റായിട്ട് കൺസിഡർ ചെയ്യാനോ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് വിധി വന്നത്. സോ ഇവിടെ പറഞ്ഞത്, നമ്മൾ ഒരു കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ നോക്കി നമ്മൾ സേഫായിട്ട് നിൽക്കണം. മറ്റേ പാർട്ടി എന്തെങ്കിലും ഫ്രോഡ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഡ് ആക്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. നമ്മൾക്ക് കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഫ്രോഡ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ തോമസിന് ആ തോക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ കാണാവുന്നതുള്ള ആ ഹോളും കാര്യങ്ങളും അത് തോമസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്. സോ തോമസ് ആ എമൗണ്ട് ബാക്കിയുള്ളത് കൊടുക്കുകയും കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയുകയുമില്ല എന്നുള്ളതാണ് വിധി വന്നത്. സോ അതർ പാർട്ടിയെ ഡിസീവ് ചെയ്യിക്കണം. ആ പാർട്ടി ഡിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ മറ്റേ പാർട്ടി നമ്മളെ ഡിസീവ് ചെയ്യാനുള്ള എന്തെങ്കിലും തരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടുക്കാനുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. Then sixth one, any such act or omission which the law specially declares to be fraudulent. അതായത് ഇന്ത്യയിൽ നിലവിലുള്ള മറ്റൊരുപാട് ആക്റ്റുകൾ ചില കാര്യങ്ങൾ ഫ്രോഡ് ആക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരം ആക്റ്റുകളെയും കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, അക്കോർഡിംഗ് ടു സെക്ഷൻ 55 or Transfer of Property Act 1882, any transfer of immovable property is bound to disclose to the buyer any material defect in the property
or seller's title and to answer truthfully all relevant question put to him by buyers. അതായത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 സെക്ഷൻ 55 പ്രത്യേകം പറയുന്നുണ്ട്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് സെല്ലർ ബയറിന് ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ സെല്ലറിൻ്റെ ടൈറ്റിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഓണർഷിപ്പിൽ സെല്ലറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ബയറിന് കംപ്ലീറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സോ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒമിഷനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ഫ്രോഡ് ആക്റ്റായിട്ട് മാറും. ഇങ്ങനെ പല ആക്റ്റുകളും പല കാര്യങ്ങളും ഫ്രോഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങൾ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പരിധിയിലും ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും. Then seventh one, the representation must relate to a fact. A mere expression of opinion, imagination, guesswork, hearsay, or of intention, or some puffing expression or statement does not constitute fraud. അതായത് നമ്മൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകളോ എന്തെങ്കിലും ഊഹങ്ങൾ പറയുകയാണെങ്കിൽ അതൊരിക്കലും ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, while selling his horse to B tells him my horse is as good as that of C. അതായത് അയാളുടെ കുതിരയെ ബിക്ക് വിൽക്കുമ്പോൾ പറയാണ് എൻ്റെ കുതിര സീൻ്റെ കുതിരയുടെ പോലെ നല്ല കുതിരയാണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയുകയായിരിക്കും, നമ്മളൊരു ഉപമ നടത്തണം. അതൊരിക്കലും ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ബി പിന്നീട് പറയുകയാണ് പറഞ്ഞ പോലെ സീൻ്റെ അത്ര നല്ല കുതിരയല്ല ഇത് എന്ന് പറയുകയാണെങ്കിൽ അത് ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ ബിക്ക് അവകാശമില്ല. അതായത് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്രഷൻസോ ഇമാജിനേഷനോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതെന്തായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല? ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. Then last one, the party acting on the representation must have suffered some loss. It is a common rule of law that there is no fraud without damage. Fraud without damage or damage without fraud does not give rise to an action on deceit. അതായത് നമ്മളൊരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സഫർ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ലോസ് നടന്നിട്ടുണ്ടാവണം, എങ്കിലേ നമുക്ക് ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് പറയാനുള്ള ഒരു ഏരിയ സൈലൻസ് ആസ് ഫ്രോഡ്. According to section 17 of the Contract Act, mere silence as to facts likely to affect the willingness of a person to enter into a contract is not fraud, unless the circumstances of the case are such that it is a duty of person keeping silence to speak, or unless his silence in itself equivalent to speech. അതായത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ മൗനം പാലിക്കുകയാണെങ്കിൽ അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 17 പറയുന്നത്. പക്ഷേ ചില കേസുകളിൽ സൈലൻ്റ് ആയി നിൽക്കുന്നത് ഇക്വാലൻ്റ് ടു സ്പീച്ച്, അതായത് നമ്മൾ സംസാരിക്കുന്നതിന് തുല്യമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കേസുകളിൽ ചില പാർട്ടീസ് സംസാരിക്കണം, മീൻസ് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് നിർബന്ധം പറയുന്നുണ്ട്. അത്തരം കേസുകളിലും സൈലൻസ് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യാം. സോ ബേസിക്കലി സൈലൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് എന്തല്ല? ഫ്രോഡല്ല. പക്ഷേ ചില കേസുകളിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എക്സാമ്പിൾ, എ സെൽസ് ബൈ ഓപ്ഷൻ ടു ബി എ ഹോഴ്സ് വിച്ച് എ നോസ് ടു ബി അൺസൗണ്ട്. A says nothing to B about the horse unsoundness. This is not fraud by A. അതായത് എ അയാളുടെ കുതിരയെ ബിക്ക് വിൽക്കുകയാണ്. ദെൻ എക്ക് ദാറ്റ് മീൻസ് എ ആണ് വിൽക്കുന്നത്, എക്ക് അറിയാം അയാളുടെ കുതിര ഭയങ്കര വീക്കാണ്, ദാറ്റ് മീൻസ് തീരെ ആരോഗ്യമില്ല എന്നുള്ളത് അറിയാം. ദെൻ പക്ഷേ എ ഒന്നും ഈ കുതിരയുടെ ആരോഗ്യത്തിനെ കുറിച്ചൊന്നും ബിനോട് പറയുന്നില്ല, മൗനം പാലിക്കുകയാണ്. ഇവിടെ ബിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എ സൈലൻ്റ് ആയി, എ പറഞ്ഞില്ല, സോ അതുകൊണ്ട് ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് ബിക്ക് പറയാൻ കഴിയില്ല. സോ നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണെങ്കിൽ അത് നോർമലി എന്തല്ല? ഫ്രോഡല്ല. പക്ഷേ ചില കേസുകളിൽ അത് ഫ്രോഡായി മാറുന്നുണ്ട്, അതാണ് പറയുന്നത്. അതിനുള്ള എക്സെപ്ഷനാണ്. ജനറൽ റൂളാണ് സൈലൻറ്റ് ഫ്രോഡ് അല്ല എന്നുള്ളത്. അതിനുള്ള എക്സെപ്ഷൻസ് പറയുന്നത്, ഫസ്റ്റ് വൺ, ഡ്യൂ ടു സ്പീക്ക്.
Mere silence amount to fraud when the person keeping silent is under a duty to speak. The duty to speak arises in case of fiduciary relationship where one party reposes trust and confidence in the other. അതായത് ചില കോൺട്രാക്റ്റുകളിൽ ഒരു പാർട്ടിക്ക് സ്പീക്ക് ചെയ്യുക, സംസാരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം വരുന്നുണ്ട്. അത്തരം കേസുകളിൽ സൈലൻ്റായി നിന്നാൽ അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ സൈലൻ്റ് ആയാൽ അവിടെ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ദെൻ എപ്പോഴൊക്കെയാണ് സ്പീക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് വരുന്നത്? ഫസ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ബന്ധങ്ങൾ. ഇൻ കേസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. സോ അത്തരം കേസുകളിൽ നമ്മൾ എന്ത് പറയണം? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൻ്റെ കേസിൽ സൈലൻസ് പാടില്ല. അത്തരം കേസിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണം. പറയാതിരുന്നാൽ, മൗനം പാലിച്ചാൽ അവിടെ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാം. ദെൻ ദ ഡ്യൂട്ടി ടു സ്പീക്ക് അറൈസ് ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് യുബറിമേ ഫിഡെ. യുബറിമേ ഫിഡെ എന്നുള്ളൊരു ലീഗൽ ടേമാണ്, ഒരു പ്രത്യേക ഫ്രേസാണ്. അത് ലോയിൽ അത് ഉദ്ദേശിക്കുന്നത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ്. അതായത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ടു ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് എന്നുള്ളതാണ്. ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇങ്ങനെ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൻ്റെ ബേസിലുള്ള ഒരുപാട് കോൺട്രാക്റ്റുകളുണ്ട്. അത്തരം കോൺട്രാക്റ്റിലും എന്ത് വരുന്നുണ്ട്? ഡ്യൂട്ടി ടു സ്പീക്ക് വരുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിൾസാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്, മാരേജ്, ഫാമിലി സെറ്റിൽമെൻറ്റ്, പാർട്ട്ണർഷിപ്പ്, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, ഗ്യാരണ്ടി, സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എറ്റ്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺട്രാക്റ്റുകളുടെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ യൂബറിമേ ഫിഡെ എന്നുള്ളത്. സോ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള കോൺട്രാക്ട്സിലൊക്കെ ഏതെങ്കിലും പാർട്ടി സൈലൻ്റ് ആയാൽ അവിടെ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാം. ദെൻ ഫിഡ്യൂഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ കേസിലും സൈലൻ്റ് ആകാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, വേർ സൈലൻസ് ഈസ് ഈക്വാലൻ്റ് ടു സ്പീച്ച്. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില കോൺട്രാക്റ്റുകളിൽ മൗനം പാലിക്കുന്നത് സംസാരിക്കുന്നതിന് തുല്യമായിട്ട് വരുന്നുണ്ട്. അത്തരം കേസുകളിൽ സൈലൻ്റ് ആയാൽ അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബി സേസ് ടു എ, ഇഫ് യു ഡു നോട്ട് ഡിനൈ ഇറ്റ് ഐ ഷാൾ പ്രിസ്യൂം ദാറ്റ് ദ ഹോഴ്സ് ഈസ് സൗണ്ട്. അതായത് എനോട് ബി പറയുകയാണ്, ദാറ്റ് മീൻസ് കുതിരനെ ബിക്ക് വിൽക്കുകയാണ്. സോ ബി പറയുകയാണ്, നിങ്ങൾ ഈ വിൽപ്പന എതിർത്തില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സവും ഉന്നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുതിര സൗണ്ടായിട്ട്, ദാറ്റ് മീൻസ് ആരോഗ്യവാനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുമെന്ന് പറയുകയാണ്. ഇവിടെ ഒന്നും പറഞ്ഞില്ല, ദാറ്റ് മീൻസ് അവിടെ അപ്പോഴും മൗനം പാലിക്കുകയാണെങ്കിൽ ബി എന്ത് വിചാരിക്കും? ആ കുതിര സൗണ്ടാണ് എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ കുതിര സൗണ്ട് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ബിക്ക് പറയാം ഫ്രോഡ് നടത്തി എന്ന് പറയും. സോ ഈ ഒരു കേസിൽ മൗനം പാലിക്കുക എന്നുള്ളത് പറയാതിരിക്കുന്നതിന് തുല്യമാണ്. സോ അത്തരം കേസുകളിൽ സൈലൻസ് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും. ഹിയർ സേസ് നത്തിങ്. ഹിയർ സൈലൻസ് ഈസ് ഇക്വാലൻ്റ് ടു സ്പീച്ച്. ഇഫ് ദ ഹോഴ്സ് ടേൺസ് ഔട്ട് ടു ബി വിഷ്യസ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ ഫ്രോഡ്. സോ ഇവിടെ ഒന്നും പറയാതിരുന്നത് കൊണ്ട് അതെന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ബിക്ക് ആ കുതിര സൗണ്ട് ആയിരുന്നു എന്ന് കൺസിഡർ ചെയ്യാം. എന്നിട്ട് കോൺട്രാക്റ്റൊക്കെ നടന്നു, അതിനുശേഷം ബി വാങ്ങിയ കുതിരയ്ക്ക് എന്തെങ്കിലും പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ബിക്ക് ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാം. Then third one, change of circumstance. Sometimes a statement may be true when it is made, but due to change in circumstances, it may become false subsequently. In such a case, it is the duty of the person to communicate the change in circumstances. അതായത് ചില കേസുകൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, അത് പറയുമ്പോൾ ശരിയേക്കാം. നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു കാര്യം പറഞ്ഞു, അത് ശരിയാവും. പക്ഷേ പിന്നീട് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എന്ന നിലയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തെറ്റായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത്തരം കാര്യങ്ങൾ വല്ലതും നമ്മൾ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ, മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അതും ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും.
സോ ഇത്രയും പോയിൻറ്റ്സ് ആണ് ജനറൽ റൂൾ ആയിട്ടുള്ള സൈലൻസ് ആസ് എ ഫ്രോഡ് എന്നുള്ള ടേമിന് എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. സോ നോർമലി സൈലൻ്റായി നിൽക്കുക എന്ന് പറയുന്നത് ഫ്രോഡല്ല, പക്ഷേ ചില കേസുകളിൽ സൈലൻ്റ് ആയാൽ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അത്രയും എക്സെപ്ഷൻസ് ആണ് ഈ പറഞ്ഞ 3 പോയിൻറ്റ്സ്. അടുത്തത് പറയാനുള്ള എഫക്റ്റ് ഓഫ് ഫ്രോഡ്. ആസ് പെർ സെക്ഷൻ 19, if consent is induced by fraud, such a contract is voidable at the option of aggrieved party whose consent was obtained. സോ കൺസെൻറ്റ് ഫ്രീ ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. സോ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് ആക്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിയാണോ സഫർ ചെയ്തത് ആ പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ദ അഗ്രീഡ് പാർട്ടി ഹാസ് ദ ഫോളോവിങ് റെമഡീസ്. ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് അഗ്രീഡ് പാർട്ടിയിൽ നിന്നുള്ള പരിഹാരങ്ങൾ, ഒന്ന് റൈറ്റ് ടു റിസൈൻ ദ കോൺട്രാക്റ്റ്, അതായത് ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെക്കൻഡ് വൺ റൈറ്റ് ടു ഇൻസിസ്റ്റ് അപ്പോൺ പെർഫോമൻസ്, ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകാം എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ റൈറ്റ് ടു ക്ലെയിം ഡാമേജ്, എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സഫർ ചെയ്ത പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഈ 3 ഓപ്ഷൻസ് ആണ് അഗ്രീഡ് പാർട്ടിക്ക് ഒരു കോൺട്രാക്റ്റ്, ഫ്രോഡ് നടന്ന കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നത്. ദെൻ അവിടെ ഒരു എക്സെപ്ഷൻ, എ കോൺട്രാക്ട് ഷാൾ നോട്ട് ബി വോയിഡബിൾ മിയർലി ബിക്കോസ് ദ കൺസെൻറ്റ് ഈസ് കോസ്ഡ് ബൈ ഫ്രോഡ്. ദെൻ കൺസെൻറ്റ് ഫ്രോഡ് മുഖേന വന്നതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കോൺട്രാക്റ്റിനെ വോയിഡബിളായി കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അത്തരം കേസുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വേർ സൈലൻസ് എമൗണ്ട്സ് ടു ഫ്രോഡ്, ദ അഗ്രീഡ് പാർട്ടി cannot resign the contract if he had the means of discovering the truth with the ordinary diligence. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഫ്രോഡ് നടന്നിട്ടുണ്ട്. ദെൻ ആ ഫ്രോഡ് നടന്ന കേസിൽ അഗ്രീഡ് പാർട്ടിക്ക് ആ ഫ്രോഡ് കണ്ടെത്താനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പാർട്ടി അത് കണ്ടെത്തണമായിരുന്നു. സോ ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം അയാൾ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഫ്രോഡ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡബിൾ ആകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ, ഹോസ്ഫോൾ വേഴ്സസ് തോമസിൻ്റെ കേസിൽ പറയുന്നത്. സോ തോമസ് പിസ്റ്റോൾ വാങ്ങുമ്പോൾ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷന് തോമസിന് ഉണ്ടായിരുന്നു. തോമസ് അത് ചെയ്തില്ല, അതുകൊണ്ട് മാത്രം ആണ് അവിടെ ആ പ്രശ്നം പറ്റുന്നത്, കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നു. സോ തോമസിന് എന്ത് പറയാൻ കഴിയില്ല, ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അവിടെ ബയർ ബി അവെയർ എന്നുള്ളത് ടേമാണ്. ദാറ്റ് മീൻസ് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ സാധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി പരിശോധിച്ച് ചോദിച്ചറിഞ്ഞ് ചെയ്യണം. നമ്മൾ ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ നമുക്കൊന്നും ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. Then second one, where the party gave the consent in ignorance of fraud. ഫ്രോഡ് നടന്നിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടും അത് അവഗണിച്ചിട്ടാണ് നമ്മൾ സമ്മതം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ് എന്ന് പറയാൻ കഴിയില്ല. Then where the party after becoming aware of the fraud takes a benefit under the contract. Then ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബെനഫിറ്റ് നമ്മൾ നേടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. Then where an innocent third party before the contract is resigned acquires for consideration some interest in the property passing under the contract. അതായത് കോൺട്രാക്റ്റിലുമായി ബന്ധപ്പെട്ടുള്ള, ദാറ്റ് മീൻസ് കോൺട്രാക്റ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു തേർഡ് പാർട്ടി, ഈ ഫ്രോഡ് നടന്ന ഇതൊന്നും അറിയാത്ത ഒരു തേർഡ് പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുത്തിട്ട് ചിലപ്പം ഓണർഷിപ്പൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ നമുക്ക് പിന്നീട് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ദെൻ വേർ ദ പാർട്ടീസ് cannot be restored to their original position. അതായത് ഈ കോൺട്രാക്റ്റ് ഫ്രോഡ് നടന്നു, ഇനി ആ ഫ്രോഡ് നടന്നതിൻ്റെ ബേസിൽ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് അവരുടെ ഓൾഡ് പൊസിഷനിലേക്ക് പോകാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല, അത് കണ്ടിന്യൂ ചെയ്യുകയാണ് നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്തരം കേസുകളിൽ ഈവൻ ഫ്രോഡ് ആക്ട് നടന്നിട്ടുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റിനെ വോയിഡബിളായിട്ട് കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഫ്രോഡുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.